അങ്ങനെ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ചാലിയം ബീച്ചിക്ക് പോകാമെന്ന് പറഞ്ഞാണ്ട് പോണ പോക്കാട്ടോ ഇത്. പക്ഷേ ഈ കിടക്കുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ, ഹിബല ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഈ കിടക്കണ ഈ ചെറുതുണ്ടല്ലോ, 2.5 വയസ്സായ ഈ ചിടുങ്ങ്, ഇവൻ്റെ ഈ പറഞ്ഞ അടുത്ത് കിടക്കണ ഈ കാക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിൻ്റെ മോനാണ്. രണ്ടാം ഭയങ്കര കൂട്ടാണ്, ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കുന്നതിലപ്പുറമാണ് അവർ തമ്മിലുള്ള ആ ഒരു കൂട്ട്. പിന്നെ ഞങ്ങൾ ചോറ് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ചോറ് ഒരു വലിയ തട്ടിക്ക് കെട്ട് ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഒരു തട്ടിക്കണ് വിളമ്പിയാണ്ട് എല്ലാവരും കൂടി തിന്നും. ഇപ്പോൾ പറയും, പണ്ടൊക്കെ ഇപ്പോൾ ഗൾഫിലേനു, അപ്പോൾ ഇപ്പോൾ പറയലുണ്ട് അറബികളൊക്കെ എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ തട്ടിക്കണ് വിളമ്പിയാണ് അതിന്നാണ് തിന്നൽ. എന്നാൽ പാത്രം കുറേ മോറണ്ട. അത് പറഞ്ഞത് ശരിയാണ്, പാത്രം കുറേ മോറണ്ട. ഞങ്ങളെല്ലാവരും തട്ടുന്നൊക്കെ തിന്ന് കണ്ട് ഇതാണ് ചാലിയം ബീച്ച്. ഇങ്ങോട്ട് പോയി അതിൻ്റെ ഇടയിൽ പല സ്ഥലത്തൊക്കെ കയറി കേട്ടോ, പല ബീച്ചിലൊക്കെ കയറി. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ഒരു വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയത്. ഇങ്ങനെ ഓലോണ്ടുള്ള വീട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് മുള കൊണ്ടൊക്കെ തൂണ് ഒക്കെ ആക്കിയാണ്ട് നല്ല രസമായിരുന്നു അവിടെ കാണാൻ. പിന്നെ എല്ലാവർക്കും വിശക്കൽ തുടങ്ങി. ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടുത്തെ മെനുകളിങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ ഗ്ലാസിൻ്റെ കൂട്ടിൽ. അപ്പം കുട്ടികൾക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. വെറുതെ ഒന്ന് അവർ പരസ്യവും കൂടെ കാരണം. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചപ്പോൾ നല്ല ഭംഗി. ഓരോ കളേഴ്സിലിങ്ങനെ നല്ല ഡെക്കറേഷൻ ചെയ്ത് ഫുഡ് ഇങ്ങനെ വിളമ്പി വെച്ച് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എല്ലാവരും കുറേ സമയം ഞങ്ങൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തു. കുറേ സമയം ഇരുന്നാണ്. പിന്നെ അവിടെ തിരക്കായിരുന്നു ഹോട്ടലിൽ. അപ്പം കുറേ നേരം ഇരുന്നാലാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ ആ ഒരു സമയമാണിത്. പക്ഷെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കുറേ വെയിറ്റിംഗ് ആയി തോന്നില്ലല്ലോ. ഞാൻ വീട്ടിൽ നിന്നാണ് പോയത്. എൻ്റെ വീട്ടിൽ നിന്നാണ് അധികം യാത്രയൊക്കെ പോകൽ. കാരണം എല്ലാവരും കൂടി പോകുമ്പോഴാണല്ലോ അതിൻ്റെ ഏതോ രസം. ഉപ്പയും പിന്നെ അനിയത്തി, അവരുടെ മക്കൾ, എൻ്റെ കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടി ഒപ്പം പോലെ. അങ്ങനെ പോകുമ്പോഴേ ഒരു രസമുള്ളൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തോ പോലെയാണ്, ഒരു രസം ഉണ്ടാവില്ല. വർത്താനം പറയാനും ആളുകളുണ്ടാവില്ല. ഒന്നിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങളെ പോക്കൊക്കെ പെട്ടെന്നേക്കാറ് കേട്ടോ. നമ്മൾ അങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇരിക്കേണ്ട ഇടയിലേക്ക് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകല്ലേ ഒക്കെ പറഞ്ഞാണ് പോകല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ പോക്കൊക്കെ. ഒരു കറക്റ്റ് പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം എപ്പോഴും അങ്ങനത്തെ ആ സ്പോട്ടിലുള്ള പോക്കങ്ങനെ അപ്പാണ് തട്ടിക്കൂട്ടി അങ്ങനെയാണ് പോകും. അങ്ങനെയാണ് ഞങ്ങളെ പോക്കൊക്കെ ഉണ്ടാവല്. അങ്ങനെ പോകുമ്പോഴേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പോക്ക് നടക്കലുള്ളൂ. കാരണം പ്ലാന് ഇട്ടടുത്തോളം ഇതുവരെ അങ്ങനെ പോക്ക് നടന്നിട്ടില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് അത് മുടങ്ങും. അപ്പോൾ പെട്ടെന്നാണ് പോകും. പിന്നെ അങ്ങനെയൊക്കെയാണ് പോക്ക്. അപ്പോൾ അതൊരു രസമാണ്, പെട്ടെന്നാണ്